Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ നേരത്തെ കേരള PSC കണ്ടക്ട് ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ആ ഒരു പരീക്ഷയിൽ നിന്നും ഫിസിക്സിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം എഡിൻ്റെതും അതുപോലെ തന്നെ IEOൻ്റെതും ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാറ്റി നിർത്തിയാൽ ബാക്കി അപ്പാടെ കോപ്പി പേസ്റ്റ് ആണ് സിലബസ് എന്നുള്ളത്. സോ ആ പെർസ്പെക്റ്റീവില് ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യനും ആൻസേഴ്സും മാത്രം പറഞ്ഞു പോവാതെ കുറച്ച് ഇൻസൈറ്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഐൻസ്റ്റൈൻസ് കോഎഫിഷ്യൻസ് ഫോർ സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻസ് ഈസ്. ഇത് നമ്മൾ ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓപ്ഷൻ ബി 8πh ന്യൂ ക്യൂബ് ഡിവൈഡഡ് ബൈ സി ക്യൂബ്. ഇതാണ് റൈറ്റ് ആൻസർ വരുന്നത്. ദ റേഷ്യോ ബിറ്റ്വീൻ ഐൻസ്റ്റൈൻസ് കോഎഫിഷ്യൻസ് ഫോർ സ്പോണ്ടേനിയസ് എമിഷൻ, അതിനെ നമുക്ക് A21 വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം. സ്റ്റിമുലേറ്റഡ് എമിഷന്റെ കാര്യത്തിലാണെങ്കിൽ B21. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുമ്പോൾ ആക്ച്വലി മീൻ ചെയ്യുന്നത് A21 ഡിവൈഡഡ് ബൈ B21 ഇസ് ഈക്വൽ ടു 8πh ന്യൂ ക്യൂബ് ഡിവൈഡഡ് ബൈ സി ക്യൂബ്. ഈ ഐൻസ്റ്റൈൻസ് കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇറ്റ് ഡിസ്ക്രൈബ് ദ പ്രോബബിലിറ്റീസ് ഓഫ് ഡിഫറെന്റ് ട്രാൻസിഷൻസ് ബിറ്റ്വീൻ അറ്റോമിക് എനർജി ലെവൽസ് ഡ്യൂ ടു റേഡിയേഷൻ. ആ ലെവൽസ് ആണ്, അതാണ് ഈ സ്പോണ്ടേനിയസ് എമിഷനും സ്റ്റിമുലേറ്റഡ് എമിഷനും. ഈ സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, an excited atom spontaneously emits a photon and transitions to a lower energy level. ഇത് എക്സ്റ്റേണൽ റേഡിയേഷനിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. സ്റ്റിമുലേറ്റഡ് എമിഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആക്ച്വലി നടക്കുന്നത് ഒരു ഇൻകമിങ് ഫോട്ടോൺ, അതിന്റെ എനർജി എന്ന് പറയുന്നത് hν ആണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ട്രാൻസിഷൻ ഓഫ് an excited atom to a lower energy level emitting a photon in phase with the incoming one. ഓക്കെ, ഫേസ് സെയിം ആയിരിക്കും. ഈ പ്രോസസ് ആണെങ്കിൽ ആക്ച്വലി റേഡിയേഷൻ എനർജി ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. റേഡിയേഷൻ എനർജി ഡെൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് റോ ഓഫ് ന്യൂ അങ്ങനെയാണ് കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇൻകമിങ് ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് hν വെച്ചിട്ടാണ്. എന്താണ് ഐൻസ്റ്റൈൻസ് റിലേഷൻഷിപ്പിൽ പറയുന്നത്? Einstein established the relationship between these coefficients in thermal equilibrium. Actually, Einstein's concept പ്രകാരം A21 is equal to 8πh ന്യൂ ക്യൂബ് ഡിവൈഡഡ് ബൈ സി ക്യൂബ് ഇൻറ്റു B21. ഈ B21 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടുന്നത്. ഏത്? ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഐൻസ്റ്റൈൻസ് കോഎഫിഷ്യൻസ് ഫോർ സ്പോണ്ടേനിയസ് ആൻഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻസ്. Let's move to the next question. A ruby laser pulse is contributed by 3 into 10 power 20 trivalent chromium ions. Calculate the energy of the pulse if wavelength is 6630 angstroms. Unit angstroms ലാണ് തന്നിട്ടുള്ളത്. Number of trivalent chromium ions എന്ന് പറയുന്നത് എത്രയാണ്? 3 into 10 power 20. വേവ് ലെങ്ത്തും നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 6630 ആങ്സ്ട്രോംസ്. വേവ് ലെങ്ത് ഇസ് ഈക്വൽ ടു, എനിക്ക് എങ്ങനെ പറയാം, 6630 ആംസ്ട്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 6630 ഇൻറ്റു 10 പവർ -10 മീറ്റർ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു 6.626 ഇൻറ്റു 10 പവർ -34 joules seconds. ഇനി അടുത്തത് സ്പീഡ് ഓഫ് ലൈറ്റ് വിച്ച് ഇസ് c is equal to, ചെറുതിലെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, 3 into 10 power 8 meter per second. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിംഗിൾ ഫോട്ടോണിന്റെ എനർജി, അത് പ്ലാങ്ക്സ് ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. എനർജി ഓഫ് എ സിംഗിൾ ഫോട്ടോൺ ഇസ് ഈക്വൽ ടു പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഇൻറ്റു c എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിവൈഡഡ് ബൈ വേവ് ലെങ്ത്. ഇനി നമ്മുടെ വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പം അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 2.998 ഇൻറ്റു 10 പവർ -19 ജൂൾസ് കിട്ടും. നമ്മളിത് ഒരൊറ്റ ഫോട്ടോണിന്റെ എനർജി മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്ത് വേണം? ടോട്ടൽ എനർജി ഫോർ
3 into 10 power 20 photons. അത്രയും ഫോട്ടോൺസിന്റെ എനർജി, ടോട്ടൽ എനർജി കാണണം. സോ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു ഒരൊറ്റ ഫോട്ടോണിന്റെ എനർജി ലെവൽ അപ്രോക്സിമേറ്റ്ലി ഈ ഒരു വാല്യൂ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഇൻറ്റു അപ്പോൾ 3 into 10 power 20. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 89.94 സംതിങ് വാല്യൂ കിട്ടും, which is more closer to 90 joules in the given options. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the expression for the acceptance angle of an optical fiber whose cladding and core have refractive indices mu1 and mu2 respectively? Acceptance angle എന്ന് പറയുമ്പോൾ theta A. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ acceptance angle എന്ന് പറയുന്നത് it's a maximum angle at which light can enter the fiber and still undergo total internal reflection inside the core. ഈ acceptance angle ന്യൂമറിക്കൽ അപ്പർച്ചർ ആയിട്ട് റിലേറ്റഡ് ആണ്. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് mu2, ക്ലാഡിംഗ് എന്ന് പറയുമ്പോൾ mu1 ആണ്. ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ കോർ വിച്ച് ഈസ് mu2 സ്ക്വയർ മൈനസ് ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണെങ്കിൽ അത്, അതായത് mu1 സ്ക്വയർ. ആക്സെപ്റ്റൻസ് ആംഗിളും അതുപോലെ തന്നെ ന്യൂമറിക്കൽ അപ്പർച്ചറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് സൈൻ ഓഫ് തീറ്റ എ ഈസ് ഈക്വൽ ടു ന്യൂമറിക്കൽ അപ്പർച്ചർ. അപ്പൊ നമുക്ക് എന്ത് പറയാം? തീറ്റ എ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് ന്യൂമറിക്കൽ അപ്പർച്ചർ വിച്ച് വിൽ റിസൾട്ട് ഇൻ സൈൻ ഇൻവേഴ്സ് ന്യൂമറിക്കൽ അപ്പർച്ചർ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, അതായത് കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് സ്ക്വയർ മൈനസ് ക്ലാഡിങ്ങിൻ്റെത് അല്ലേ. ഈ ആൻസർ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, സൈൻ ഇൻവേഴ്സ് mu2 സ്ക്വയർ മൈനസ് mu1 സ്ക്വയർ. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെൻസിംഗ് മീഡിയം ഇൻ ആൻ ഇൻട്രിൻസിക് ഒപ്റ്റിക്കൽ ഫൈബർ സെൻസർ ഈസ്, കറക്റ്റ് ആൻസർ നമുക്ക് ഒറ്റയടിക്ക് പറയാവുന്നേ ഉള്ളൂ, ഫൈബർ. ഇൻട്രിൻസിക് ഒപ്റ്റിക് ഫൈബർ സെൻസറിനകത്ത് എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ഫൈബർ തന്നെയാണ് അതിനകത്തെ സെൻസിങ് മീഡിയം. ടെമ്പറേച്ചർ, പ്രഷർ, സ്ട്രെയിൻ, അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതിലൊക്കെ ഉണ്ടാവുന്ന ചേഞ്ച് ഇറ്റ് ഓൾട്ടർ ദ ലൈറ്റ് പ്രൊപ്പഗേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് വിത്തിൻ ദ ഫൈബർ. ഇൻട്രിൻസിക് സെൻസേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒപ്റ്റിക്കൽ ഫൈബർ ജസ്റ്റ് ഒരു മീഡിയം മാത്രമല്ല, അതായത് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള മീഡിയം മാത്രമല്ല, എൻവയോൺമെന്റൽ പാരാമീറ്റേഴ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അതിലുണ്ടാവുന്ന ചേഞ്ചസ് ഡിറ്റക്ട് ചെയ്യും കൂടെയാണ് ഇൻട്രിൻസിക് സെൻസേഴ്സ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. ഫോട്ടോ ഡയോഡ് വരുന്നുണ്ട് നമുക്ക്. ഫോട്ടോ ഡയോഡ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഡിറ്റക്ടർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, സെൻസിങ് മീഡിയം ആയിട്ടല്ല. LDR എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ലൈറ്റ് ഡിപ്പെൻഡന്റ് റെസിസ്റ്റർ. ഇതൊരു ഇലക്ട്രോണിക് കോമ്പണന്റ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ആംബിയന്റ് ലൈറ്റ് ഡിറ്റക്ഷനിലാണ്. ഒപ്റ്റിക്കൽ ഫൈബർ സെൻസേഴ്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഫൈനലി ലേസർ ലൈറ്റ്. ലേസർ ലൈറ്റ് ഈസ് ദ സോഴ്സ് യൂസ്ഡ് ഫോർ ട്രാൻസ്മിഷൻ. സെൻസിങ് ചെയ്യുന്നത് ഫൈബർ തന്നെയാണ്. സോ ഇറ്റ് cannot be the answer. So the right answer is option A, fiber. Next, which material is commonly used in the production of blue LEDs? ഒറ്റയടിക്ക് നമുക്ക് പറയാം ഗാലിയം നൈട്രൈഡ്. ടേബിള് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലൂ LEDസിൽ യൂസ് ചെയ്യാനുള്ള കാരണം ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഇറ്റ്സ് വൈഡ് ബാൻഡ് ഗ്യാപ്പ് ആൻഡ് എഫിഷ്യൻസി ഇൻ എമിറ്റിംഗ് ബ്ലൂ ലൈറ്റ്. വൈഡ് ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ എത്രത്തോളം വരും? -3.4 ഇലക്ട്രോൺ വോൾട്ട് വരും ഏകദേശം. ദിസ് ഇസ് ഐഡിയൽ ഫോർ പ്രൊഡ്യൂസിങ് ഹൈ ഇന്റൻസിറ്റി ബ്ലൂ LEDs. ഓക്കെ, അതുപോലെ തന്നെ എഫിഷ്യൻസി, ഹൈ എഫിഷ്യൻസി ആണെന്ന് പറഞ്ഞു, എനർജി എഫിഷ്യന്റ് ആണ്, മേക്കിംഗ് ദം യൂസ്ഫുൾ ഇൻ ഡിസ്പ്ലേസ്, ലൈറ്റിംഗ് ആൻഡ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ്. ഗാലിയം നൈട്രൈഡിന്റെ ഇൻവെൻഷൻ എന്ന് പറയുന്നത് 2014 ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഇൻവെൻഷൻ ആണ്, അതായത് ബ്ലൂ LEDs യൂസിങ് ഗാലിയം നൈട്രൈഡ്, അതിന്റെ ഡെവലപ്മെന്റ്. ബാക്കി ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സിലിക്കൺ പറയുന്നുണ്ട്. സിലിക്കൺ പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ട്രഡീഷണൽ സെമി കണ്ടക്ടേഴ്സ് ബട്ട് ഹാസ് എ സ്മോൾ ബാൻഡ് ഗ്യാപ്പ്. ഇതിനകത്ത് സിലിക്കൺ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ് ബാൻഡ് ഗ്യാപ്പ് വരുന്നത്. അത് ബ്ലൂ ലൈറ്റ് എമിറ്റ് ചെയ്യാനായിട്ട് അൺസൂട്ടബിൾ ആണ്. ഇനി ഗാലിയം ആർസനൈഡ് പറയുന്നുണ്ട്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാല് ഇൻഫ്രാറെഡും അതുപോലെ തന്നെ റെഡ് LEDസും അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് -1.4 ഇലക്ട്രോൺ വോൾട്ട്, വിച്ച് ഈസ് ടു ലോ ഫോർ ബ്ലൂ ലൈറ്റ് പ്രൊഡക്ഷൻ. ഫൈനൽ ഓപ്ഷൻ എന്ന് പറയുന്നത് സിലിക്കൺ കാർബൈഡ് പറയുന്നുണ്ട്. സിലിക്കൺ കാർബൈഡ് എന്ന് പറയുമ്പോൾ SiC അല്ലെ. ഇതിന് വൈഡ് ബാൻഡ് ഗ്യാപ്പ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എഫിഷ്യന്റ് ഫോർ ബ്ലൂ LED പ്രൊഡക്ഷൻ
compared to gallium nitride. Moving to the next question. The Fermi level n-type semiconductor lies closer to the conduction band. നമ്മുടെ n-type semiconductor ഉണ്ടല്ലോ, അതിനകത്ത് extra electrons are introduced by donor atoms such as phosphorus in silicon. These electrons occupy energy levels close to the conduction band, causing the Fermi level to shift closer to the conduction band. N-type semiconductorൽ donor atoms introduce ചെയ്യുന്നത് extra electrons ആണ്. ഈ electrons എന്ത് ചെയ്യും? Increase the electron concentration in the conduction band. Fermi level ആണെങ്കിൽ എന്താണ് represent ചെയ്യുന്നത്? Probability of occupation of electronic states. Since there are more electrons available in the conduction band, the Fermi level moves closer to the conduction band. അതാണ് നമ്മൾ ഓപ്ഷൻ സി ചൂസ് ചെയ്തത്. ഇനിയിപ്പോ എനർജി ബാൻഡ് ഡയഗ്രം എടുക്കുകയാണെങ്കിൽ ഇൻട്രിൻസിക് സെമികണ്ടക്ടേഴ്സിൽ ഫെർമി ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റ് ദ സെന്റർ ഓഫ് ദി ബാൻഡ് ഗ്യാപ്പ്. N-type semiconductors due to donor electrons, Fermi level moves up towards the conduction band. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ പോയിന്റ് തന്നെ നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്തായിരുന്നു? ക്ലോസർ ടു ദ വാലൻസ് ബാൻഡ്. അത് ഏത് കേസിലായിരിക്കും? പി ടൈപ്പ് സെമികണ്ടക്ടർ ആയിരുന്നെങ്കിൽ ക്ലോസർ ടു ദ വാലൻസ് ബാൻഡ് എന്ന് നമുക്ക് പറയാമായിരുന്നു. കാരണം ഇവിടെ ഹോൾസ് ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതിപ്പോ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ എൻ ടൈപ്പ് ചോദിച്ചതുകൊണ്ടാണ് കണ്ടക്ഷൻ ബാൻഡിനോട് ക്ലോസർ ആയിരിക്കും എന്ന് പറയുന്നത്. പി ടൈപ്പ് ആയിരുന്നെങ്കിൽ ക്ലോസർ ടു വാലൻസ് ബാൻഡ് എന്നായിരിക്കും ആൻസർ വരിക. ഇനി അറ്റ് ദ സെന്റർ ഓഫ് ദി ബാൻഡ് ഗ്യാപ്പ്, ഇത് ഏത് കേസിലായിരിക്കും ട്രൂ ആയിരിക്കുക? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ, അതായത് സെമി കണ്ടക്ടേഴ്സ് വിത്തൗട്ട് ഡോപ്പിംഗ്. ഇത് പി ടൈപ്പ്, ഇത് എൻ ടൈപ്പ്, പിന്നെ അറ്റ് ദ സെന്റർ വരുന്നത് ഇൻട്രിൻസിക് അല്ലെ. ഇനി ലാസ്റ്റ് ഓപ്ഷൻ ഏതായിരുന്നു? ഔട്ട്സൈഡ് ദ കണ്ടക്ഷൻ ബാൻഡ്. ദ ഫെർമി ലെവൽ cannot be outside the conduction band in normal semiconductors. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For a silicon semiconductor at 300 Kelvin, okay, silicon semiconductor ആണ്, ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. The intrinsic carrier concentration is 1.5 into 10 power 10 carriers per cubic centimeter. Intrinsic carrier concentration നമുക്ക് തന്നിട്ടുണ്ട്. Then if the donor concentration is 1 into 10 power 15 carriers per cubic centimeter, what is the whole concentration? ഒരു ഫോർമുല നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. അതായത് സെമി കണ്ടക്ടറിനകത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ, ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ നമ്മൾ എൻ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് കരുതുക. അതുപോലെ തന്നെ ഹോൾ കോൺസെൻട്രേഷൻ ആണെങ്കിൽ നമ്മൾ പി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സേ എൻ ഐ എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ മാസ് ആക്ഷൻ ലോ പ്രകാരം എൻ ഇൻറ്റു പി ഇസ് ഈക്വൽ ടു എൻ ഐ സ്ക്വയർ. അതായത് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻറ്റു ഹോൾ കോൺസെൻട്രേഷൻ is equal to intrinsic carrier concentration. Intrinsic carrier concentration നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. Then donor concentration തന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു അസംഷൻ നടത്തുന്നുണ്ട്, ഫുൾ അയോണൈസേഷൻ ഓഫ് ഡോണേഴ്സ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് n is equal to ND. ND എന്ന് പറയുന്നത് ഈ പറയുന്ന ഡോണർ കോൺസെൻട്രേഷനെ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഇൻട്രിൻസിക് കാരിയർ കോൺസെൻട്രേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, റെപ്രസെന്റ് ചെയ്യുന്നത് NI വെച്ചിട്ടാണ് എന്നുള്ളത്. പിന്നെ നമ്മൾ അസ്യൂം ചെയ്യാണ് ഫുൾ അയോണൈസേഷൻ ഓഫ് ഡോണേഴ്സ് ആയതുകൊണ്ട് തന്നെ N is approximately equal to ഡോണർ കോൺസെൻട്രേഷൻ. ഇനി നമ്മൾ ഇപ്പൊ പറഞ്ഞ മാസ് ആക്ഷൻ ലോ പ്രകാരം നമുക്ക് P is equal to NI square divided by N. ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നമ്മൾ. NI സ്ക്വയർ എന്ന് പറയുമ്പോൾ 1.5 into 10 power 10 കാരിയേഴ്സ് പെർ ക്യൂബിക് സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ N എന്ന് പറയുന്നത് എത്രയാണ്? ഡോണർ കോൺസെൻട്രേഷൻ അല്ലേ, വിച്ച് ഈസ് 1 into 10 power 15 കാരിയേഴ്സ് പെർ ക്യൂബിക് സെന്റിമീറ്റേഴ്സ്. നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 2.25 into 10 power 5 carriers per cubic centimeter എന്ന് ആൻസർ കിട്ടും. The right answer is option D. Next question. In BCS theory, Cooper pairs are composed of which of the following particles? അത് നോക്കേണ്ട ആവശ്യം കൂടി ഇല്ല. 2 electrons with opposite spins and momentum. Right answer is option
A. BCS theory നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ബെർദിൻ, കൂപ്പർ, ഷ്രൈഫർ തിയറി, ഇവർ 3 പേരും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറിയാണ് BCS തിയറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ തിയറി ഓഫ് സൂപ്പർ കണ്ടക്ടിവിറ്റി. പിന്നെ എന്താണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുള്ളത്? Super pairs are formed due to an attractive interaction between electrons mediated by lattice vibrations. അതായത് ഫോട്ടോൺസ് വഴി. അതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഓപ്പോസിറ്റ് സ്പിൻസും സെക്കൻഡ് വൺ ഓപ്പോസിറ്റ് മൊമെന്റോ ആണ്. അതാണ് നമ്മൾ ഇപ്പോൾ ടിക്ക് ചെയ്തിരിക്കുന്നത്, ഓപ്ഷൻ എ എന്ന് പറയുന്നത്. Now let's move to the next question. The London penetration depth of a superconductor is lambda is equal to m by n mu naught e square all power 1/2. ഇത് റൂട്ട് ഓഫ് ആണ് ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക. അതായത് ലാംഡ ഇസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ n mu naught e square, ഇത് സ്ക്വയർ റൂട്ട് ഓഫ് ഈ വാല്യൂ. ജസ്റ്റ് ഒന്ന് തിയറി പാർട്ട് ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ ലണ്ടൻ പെനിട്രേഷൻ ഡെപ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലാംഡ യൂസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ഫാർ എ മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ പെനിട്രേറ്റ് ഇൻ ടു എ സൂപ്പർ കണ്ടക്ടർ ബിഫോർ ബീയിങ് എക്സ്പോണൻഷ്യലി സപ്രസ്ഡ്. Moving to the next question. What is the critical field for lead at 3.59 Kelvin? Critical field for lead at 3.59 Kelvin. If the critical field at 0 Kelvin is 6.5 into 10 power 4 amperes per meter, the critical temperature for lead is 7.18 K. The critical field at a given temperature T. അതിന്റെ ഫോർമുല നമുക്കറിയാം. HC of 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 കെൽവിനിലുള്ള ക്രിട്ടിക്കൽ ഫീൽഡ് അത് നമുക്ക് തന്നിട്ടുണ്ട് 6.5 into 10 power 4 amperes per meter. നെക്സ്റ്റ് T, അതായത് ഗിവൺ ടെമ്പറേച്ചർ, അതായത് 3.59 കെൽവിൻ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഫോർ ലെഡ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 7.18 കെൽവിൻ. സോ നമുക്ക് ഈ വാല്യൂസ് എല്ലാം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം ഈ ഫോർമുലയിൽ. അതായത് HC of T എന്ന് പറയുമ്പോൾ HC of 3.59 is equal to 6.5 into 10 power 4 into 0ലുള്ള വാല്യൂ അല്ലേ നമ്മളിവിടെ എടുത്ത് എഴുതിയിട്ടുള്ളത്. 4 into എന്താണ് 1 മൈനസ് എന്തെന്ന് എഴുതാൻ എനിക്ക് അഗൈൻ 3.59 ഡിവൈഡഡ് ബൈ 7.18. ഇത് ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ, സോറി ഫോർ ദ ബാഡ് ഹാൻഡ് റൈറ്റിംഗ്. ഓക്കെ, ഇതിനെ ഞാൻ ഒന്നുകൂടെ എടുത്തതാണ് ഇവിടേക്ക്. HC of 3.59 is equal to, ആദ്യം തന്നെ ഞാൻ ഇതിനകത്തുള്ള ഫ്രാക്ഷൻ കാണുകയാണെങ്കിൽ അത് 0.5 ആയിരിക്കും വരുന്നുണ്ടാവുക. അത് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.25 വരും. 1 മൈനസ് 0.25 എന്ന് പറയുമ്പോൾ എനിക്ക് മൊത്തത്തിൽ ഇവിടെ എത്രയായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക? 0.75. ഇനി 6.5 into 10 power 4 into 0.75. This will result in 4.875 into 10 power 4 amperes per meter. So the final answer is option D. Next question. In which of the following applications are infrasonic waves most commonly used? Correct answer B ആണ്, earthquake monitoring ആണ്. ഇൻഫ്രാസോണിക് വേവ്സിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. Those are the sound waves with the frequency. അതിന്റെ ഫ്രീക്വൻസി എത്രയാണ് വരുന്നത്? Less than 20 Hz, which are lower than the human hearing range. Long distances travel ചെയ്യാനും അതുപോലെ തന്നെ can penetrate through various materials. They are naturally produced by volcanic eruptions, earthquakes, ocean waves and certain animals like elephants. ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താ പറയാ, സോണാർ ഡിറ്റക്ഷൻ, അൾട്രാസോണിക് ക്ലീനിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ഇമേജിംഗ് വരുന്നുണ്ട്. ഇതെല്ലാം ഈ 3 എണ്ണവും യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് വേവ്സ് ആണ്. അൾട്രാസോണിക് വേവ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 20 കിലോ ഹെർട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What does an acoustic absorption coefficient alpha value of 1 indicate? എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മെറ്റീരിയൽ അബ്സോർബ്സ് all sound energy, which is ഓപ്ഷൻ ബി. അതായത് അക്യൂസ്റ്റിക് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആൽഫ എന്ന് പറയുന്നത് അതെന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ഈ കോഎഫിഷ്യന്റ് ആണ് മെഷർ ചെയ്യുന്നത്. എന്ത്? ഹൗ മച്ച് സൗണ്ട് എനർജി എ മെറ്റീരിയൽ അബ്സോർബ്സ്. അതിന്റെ ഈ ആൽഫന്റെ വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത് 0 to 1 ആണ്. അത് നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി 0 ആണെങ്കിൽ നോ അബ്സോർപ്ഷൻ. ഓക്കെ,
1 ആണെങ്കിലോ കംപ്ലീറ്റ് അബ്സോർപ്ഷൻ. സീറോന്റെ കേസിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, സീറോയില് നോ അബ്സോർപ്ഷൻ ആണെങ്കിൽ ഫുൾ റിഫ്ലക്ഷൻ ആണ്, അതായത് പെർഫെക്റ്റ്ലി റിഫ്ലക്റ്റീവ് മെറ്റീരിയൽ ആണ് ആൽഫ, അതായത് അക്യൂസ്റ്റിക് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് 0 ആവുന്ന കേസിൽ വരുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് ദിസ് ആൽഫ വാല്യൂ ഈസ് 1, നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ് അബ്സോർപ്ഷൻ ആണ്. അതിന്റെ മീനിങ് എന്താണ്? നോ റിഫ്ലക്ഷൻ, പെർഫെക്റ്റ് അബ്സോർബർ ആയിരിക്കും. ബാക്കി ഓപ്ഷൻസ് നോക്കട്ടെ. ദ മെറ്റീരിയൽ റിഫ്ലെക്ട്സ് ഓൾ സൗണ്ട്, അതാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്. ആൽഫ ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. മെറ്റീരിയൽ ട്രാൻസ്മിറ്റ്സ് ഓൾ സൗണ്ട്. ട്രാൻസ്മിഷൻ ഈസ് നോട്ട് ദ സെയിം ആസ് അബ്സോർപ്ഷൻ. സോ ഈ ഒരു കോൺസെപ്റ്റ് അടിമുടി തെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ്, ദ മെറ്റീരിയൽ റിഫ്ലെക്ട്സ് ആൻഡ് അബ്സോർബ്സ് സൗണ്ട് ഈക്വലി. അതായത് ഇത് ഇൻകറക്റ്റ് ആണ് അല്ലെ? റിഫ്ലക്ഷൻ അബ്സോർപ്ഷൻ ഈക്വലി നടക്കുക, അത് ഇൻകറക്റ്റ് ആണ്. ആൽഫ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഫുൾ അബ്സോർപ്ഷൻ ആൻഡ് not partial reflection. Moving to the next question. A change in the intensity level of 1 decibel alters the intensity of sound by dash. Correct answer is 26%. Change in intensity level, അത് എത്രയാണ്? 1 dB alters the intensity of sound. എത്ര പെർസെന്റേജ് ആണ് ഓൾട്ടർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡെസിബൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ലോഗരിതമിക് ആണ്, അതായത് ഒരു സ്മോൾ ചേഞ്ച് വരുവാണെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പെർസെന്റേജ് ചേഞ്ച് ഇന്റൻസിറ്റിയിൽ വരും. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്റൻസിറ്റി ആൻഡ് ഡെസിബൽ ലെവൽ ഈസ് ഗിവൺ ബൈ, എങ്ങനെ പറയാം നമുക്ക്? I2 is equal to I1 into 10 power delta L divided by 10. I2 എന്ന് പറഞ്ഞാൽ ഫൈനൽ ഇന്റൻസിറ്റി. പിന്നെ I1 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇന്റൻസിറ്റി. പിന്നെ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ സൗണ്ട് ലെവൽ. അത് ഏതിലായിരിക്കണം? ഡെസിബിൾസിലായിരിക്കണം. ഓക്കെ, ഇപ്പൊ ഒരു ഡെസിബിൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഫോർമുല നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കും? I2 is equal to I1 into 10 power 1 decibel അല്ലേ, divided by 10 approximately is equal to I1 into 1.26. This means that the intensity increases by 26% for 1 decibel increase. Next question like the property of sound closely related to its pitch is which one? First one then frequency. Pitch എന്ന് പറഞ്ഞാൽ it's the perceived highness or lowness of a sound. It is directly related to frequency. അതായത് frequency, higher frequency sounds are perceived as having a higher pitch. Lower frequency sounds have a lower pitch. ഫ്രീക്വൻസിന്റെ യൂണിറ്റ് നമുക്കെല്ലാം അറിയാം. ഓക്കെ, ഹെർട്സ് ആണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. ലൗഡ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്? റിലേറ്റഡ് ടു ആംപ്ലിറ്റ്യൂഡ് ആണ്, ഫ്രീക്വൻസി ആയിട്ടല്ല റിലേറ്റഡ് ആയിട്ടുള്ളത്, ആംപ്ലിറ്റ്യൂഡ് ആയിട്ടാണ്. ഇനി ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ റെഫേഴ്സ് ടു ദ പവർ ഓഫ് സൗണ്ട് വേവ്. അത് പിച്ചിനെ അല്ല, ലൗഡ്നെസ്സിനെയാണ് ആക്ച്വലി ഇത് എഫക്ട് ചെയ്യുന്നത്, ലൗഡ്നെസ്. ഓക്കെ, ഇനി ആംപ്ലിറ്റ്യൂഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഡിറ്റർമിൻസ് ലൗഡ്നെസ് ഓഫ് എ സൗണ്ട്, നോട്ട് ഇറ്റ്സ് പിച്ച്. പിച്ച് ഡിസൈഡ് ചെയ്യുന്ന ഫ്രീക്വൻസി തന്നെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. Last question from physics. What is the primary purpose of using a coupling gel in medical ultrasound imaging? Correct answer is option C, which is to eliminate air between the transducer and the skin. മെഡിക്കൽ അൾട്രാസൗണ്ട് ഇമേജിംഗിൽ കപ്ലിംഗ് ജെല്ല് യൂസ് ചെയ്യുന്നത് അൾട്രാസൗണ്ട് ട്രാൻസ്ഡ്യൂസറിന്റെയും അതുപോലെ തന്നെ പേഷ്യന്റ് സ്കിന്നിനും ഇടയിലാണ്. ഈ ജെൽ എന്ന് പറയുന്നത് എയർ ഗ്യാപ്സിനെ എലിമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യുന്ന അൾട്രാസൗണ്ട് വേവ്സ് പ്രോപ്പർ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ബോഡിയിലേക്കുള്ളത് അതിനെ പ്രിവെന്റ് ചെയ്യും. ഈ ജെല്ല് അപ്ലൈ ചെയ്യുന്നത് വഴി ബെറ്റർ ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് വേവ്സ് നടക്കുകയും അതുവഴി ക്ലിയറർ ഇമേജസ് കിട്ടുകയും ചെയ്യും. ബാക്കിയുള്ള 3 ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ടു പ്രൊട്ടക്ട് ദ പേഷ്യന്റ് സ്കിന്ന്, അങ്ങനെ ഒരു പർപ്പസിനല്ല അത് യൂസ് ചെയ്യുന്നത്. റെഡ്യൂസ് ടിഷ്യൂ ഹീറ്റിംഗ്, ടിപ്പിക്കലി ഒരു സിഗ്നിഫിക്കന്റ് ഹീറ്റ് ഒന്നും അൾട്രാസൗണ്ട് ഇമേജിങ് ജനറേറ്റ് ചെയ്യുന്നില്ല. അതായത് കൂളിംഗ് വേണ്ട തരത്തിലുള്ള ഹീറ്റ് ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. സോ ദാറ്റ്സ് റോങ്. ആൻഡ് ഫൈനലി എൻഹാൻസ് ഇമേജ് കോൺട്രാസ്റ്റ്. ആക്ച്വലി ജെല്ല് വേവ് ട്രാൻസ്മിഷനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രൈമറി റോൾ എന്ന് പറയുന്നത് എലിമിനേറ്റ് എയർ ബിറ്റ്വീൻ ദ ട്രാൻസ്ഡ്യൂസർ ആൻഡ് ദ സ്കിൻ, അതാണ്. ഓക്കെ, സോ ഇത്രയുമാണ് നേരത്തെ ADയുടെ പേപ്പറിൽ
വന്ന ഫിസിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ കുറച്ചെങ്കിലും എന്തെങ്കിലും കണ്ടന്റ്സ് നിങ്ങൾക്ക് കിട്ടി, ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ. അപ്പൊ ഏകദേശം എല്ലാ ചാപ്റ്ററും എല്ലാ മൊഡ്യൂൾസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഫിസിക്സിൽ നിന്നും 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 5 മാർക്ക് വീതം. പക്ഷേ IOന്റെ എക്സാമിൽ 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കാണും. ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് വീതം. ഓക്കെ, അപ്പോൾ ഐ എം വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ ഹിയർ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഡു പ്രസ് ദ ലൈക്ക് ബട്ടൺ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ സജഷൻസോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്. ഓക്കെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക്. Stay focused on what really matters.